ജീവിതത്തിലെ 3 വിവാഹം കഴിച്ച തിക്കുറിശി എന്ന നടൻ യഥാർത്ഥത്തിൽ നല്ലൊരു കാമഭ്രാന്തനായിരുന്നു എന്നാണ് സിനിമാ ലോകത്ത് പ്രചരിക്കുന്ന വാർത്ത. പ്രത്യേകിച്ച് അങ്ങേരുടെ ഒത്ത് അക്കാലങ്ങളിലൊക്കെയും അഭിനയിച്ച കോട്ടയം ശാന്തയെ പോലെയുള്ള ആളുകൾ അവരുടെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്ന വാർത്തകൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. മലയാള സിനിമയിലെ ഇന്നത്തെ പ്രശസ്തനായ മോഹൻലാലിൻ്റെ ഗുരുവായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത് തിക്കുറിശ്ശിയാണ് എന്നും ആളുകൾ തമാശയായിട്ടൊക്കെ പറയാറുണ്ട്. തിക്കുറിശ്ശിയുടെ ചില പ്രധാനപ്പെട്ട വിനോദങ്ങൾ അക്കാലത്തെ സുന്ദരികളായ നടിമാരെ വെച്ചുകൊണ്ട് മനോഹരമായ അശ്ലീല കവിതകൾ രചിക്കുകയായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് തിക്കുറിശ്ശി നമ്മുടെ ആദ്യത്തെ മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തയായ നായികയായ മിസ് കുമാരിയോടൊത്ത് അല്ലെങ്കിൽ മിസ് കുമാരിയോട് കാണിച്ച തെണ്ടിത്തരത്തിലൂടെ നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് തുടങ്ങാം. മലയാള സിനിമയിലെ ആദ്യത്തെ അശ്ലീല രംഗം എന്ന് പറയുന്നത് 1951 പുറത്തിറങ്ങിയ നവലോകം എന്ന സിനിമയിലായിരുന്നു. ഇതിലെ പി ലീലയും അബ്ദുൽ ഖാദറുമൊക്കെ നല്ല പാട്ടുകളും പാടിയിട്ടുണ്ട്. മാഞ്ഞിടാതെ മധുര നിലാവേ എന്ന് തുടങ്ങുന്ന ആ പാട്ട് അക്കാലത്ത് വളരെ പ്രശസ്തവുമായിരുന്നു. ഇന്നത്തെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്നൊക്കെ നടിമാരെ നായകന്മാരോ സിനിമയിൽ അഭിനയിക്കുന്നവരെങ്ങാനും പരിസരം മറന്നൊന്ന് തൊട്ടുപോയാൽ കട്ട് എന്ന് വിളിച്ചു പറയുന്ന ആ കാലം. അപ്പോൾ സുന്ദരിയായ മിസ് കുമാരിയെ കണ്ട് ഈ തിക്കുറിശ്ശിക്ക് മുഴുവൻ കൺട്രോള് പോയി. എങ്ങനെയെങ്കിലും മിസ് കുമാരി ഒന്ന് തൊടണമെന്ന് ഇയാൾക്ക് അന്യായമായ കാമഭ്രാന്ത് മൂത്തു. അപ്പോൾ പല രംഗങ്ങളും വരുന്നുണ്ട്, ഒരു രക്ഷയില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് കൈ കൊണ്ടൊക്കെ തൊടാനൊക്കെ ഇയാൾക്ക് ഒക്കുന്നുള്ളൂ. അക്കാലത്ത് അശ്ലീല രംഗങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന ചില പ്രത്യേക രീതിയിലായിരുന്നു. അപ്പോൾ മിസ് കുമാരിയും തിക്കുറിശ്ശിയും തമ്മിലുള്ള ഒരു രംഗം ചിത്രീകരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഇവരെ രണ്ടുപേരെയും കൂടെ ഒരു കുറ്റിക്കാടിൻ്റെ പിറകിലേക്ക് പോകുന്നു. കുറച്ച് കഴിയുമ്പം കുറ്റിക്കാട് കിടന്ന് ഇളകും. ഉടനെ ആളുകൾ ചിന്തിച്ചോണം, കുറ്റിക്കാടിൻ്റെ മറവിൽ വെച്ച് ഇവരെന്തൊക്കെയോ പരിപാടി നടത്തുകയാണ് എന്ന്. ഇങ്ങനെ ഈ രംഗം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടുപേരുടെ കുറ്റിക്കാടിൻ്റെ മറവിൽ പോയി. അവിടെയാണെങ്കിൽ മുടിഞ്ഞ ഉറുമ്പും. അപ്പോൾ ഈ ഉറുമ്പ് ഇങ്ങനെ മേത്തോട്ട് കയറുമ്പോൾ മിസ് കുമാരി അത് തുടച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ആ അവസരം നോക്കിയിട്ട് തിക്കുറിശ്ശി ചാടിക്കയറി മിസ് കുമാരിക്കിട്ട് 2 ഉമ്മയും ഒരു ആലിംഗനവും കൊടുത്തെന്നാണ് ഇയാൾ തന്നെ അടുത്ത സഹപ്രവർത്തകരോട് പറയുന്നത്. ഇയാളുടെ തന്നെ കാമഭാവനയാണോ മനസ്സിലെ ഒടുങ്ങാത്ത വിങ്ങലാണോ എന്ന് നമുക്കറിയില്ല. ഇത്തരത്തിൽ തിക്കുറിശ്ശിയെക്കുറിച്ചൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഈ വാർത്ത ഏറെക്കുറെ ശരിവെക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. അത് മറ്റൊന്നുമല്ല, തൊടുപുഴ വാസന്തി എന്ന് പറഞ്ഞ നടിയെ നിങ്ങൾക്കൊക്കെ അറിയാം. 1975 അവർ ആദ്യമായിട്ട് സിനിമാ രംഗത്തേക്ക് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നൃത്തമൊക്കെ അറിയാം. IV ശശിയുടെയും സത്യൻ അന്തിക്കാടിൻ്റെയൊക്കെ മിക്കവാറും സിനിമകളിൽ ഇവർക്ക് ചെറുതെങ്കിലും ഉള്ള ഒരു റോള് കൊടുക്കും. അതായത് ഈ നമ്മുടെ തൊടുപുഴ വാസന്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ശാലീന സൗന്ദര്യമാണ്. സിനിമാ മേഖലയിലെ മറ്റ് നടിമാരെ പോലെ കാണുന്നവന്മാരുടെ കൂടെയൊന്നും പോയി കിടക്കല. അവർ മാന്യമായിട്ട് വരും, സിനിമ അഭിനയിക്കും, പരിപാടി തീർത്തുവും, ആരോടും ധിക്കാരം പറയത്തില്ല, ഒരു ശാലീന സുന്ദരി എന്നൊക്കെ പറയാം. അപ്പോൾ ഇവരെ കണ്ട് ഇവരുടെ സ്വഭാവം നല്ല പെണ്ണാണെന്നറിയാം, ശരീരം ഇതെല്ലാം കണ്ട് നമ്മുടെ തിക്കുറിശ്ശിക്കങ്ങ് മോഹമുദിച്ചു. അപ്പോൾ എന്നാ കാണിച്ചിട്ട് ഒരു രക്ഷയില്ല. അവസാനം പ്രണയത്താൽ അന്ധനായ തിക്കുറിശ്ശി, ആ കാലത്തെ തിക്കുറിശ്ശി വലിയ സംഭവമാണ്. ഈ തൊടുപുഴ വാസന്തി എന്നുള്ള ചെറിയൊരു നടിയാണ്. അവരെക്കുറിച്ചൊരു പ്രണയകാവ്യം തന്നെ രചിച്ചു. അതിങ്ങനെയാണ്: തൊടുപുഴ വാസന്തി നിന്നെ തൊടാനെനിക്ക് മോഹം. ആഗ്രഹം മനസ്സിലായല്ലോ. അവസാനം തൊടുപുഴ വാസന്തിയുടെ സ്വപ്നഭോഗം ചെയ്ത് തൻ്റെ കാമപൂർത്തീകരണം നടത്തിയെന്നാണ് അക്കാലത്തെ ആളുകളൊക്കെ പറയുന്നത്. കാരണം അത്രയ്ക്ക് ഒരു കാമപ്രാർത്ഥന കിട്ടത്തില്ല, ഏറ്റെടുക്കാൻ വയ്യ, പ്രായമായി. പക്ഷെ എന്നാലും ഉള്ളിൽ ആശയ്ക്കൊരു തീരുമാനവും ഇല്ല. അതുപോലെ തന്നെ കോട്ടയം ശാന്ത പറഞ്ഞേക്കുന്ന മറ്റൊരു കഥയുണ്ട്. അത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഉണ്ണിമേരി, രാജീവ് ഗാന്ധിയുടെ വരെ മനം മയക്കിയ സുന്ദരിയായ നടിയാണ് നമ്മുടെ ഉണ്ണിമേരി. അപ്പോൾ ഉണ്ണിമേരി ആദ്യമൊക്കെ ബാലതാരമായിട്ട് വന്നു, പിന്നീട് സിനിമയിലെ നായികയായിട്ട് വരണം. അതിനു വേണ്ടിയിട്ട് അവർ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തി. ഉണ്ണിമേരി തന്നെ പറഞ്ഞതാണ് അവരുടെ അമ്മ വണ്ണോ ഇംഗ്ലീഷ് മെഡിസിനൊക്കെ കൊടുത്തു. അപ്പോൾ ഒരു കുപ്പി ടോണിക്ക് കഴിക്കേണ്ടടുത്ത്
അവർ 2 കുപ്പി കഴിച്ചെന്ന്. എങ്ങനെയാണേലും വളരെ പെട്ടെന്ന് തന്നെ മെലിഞ്ഞുണങ്ങിയിരുന്ന സുന്ദരിക്കുട്ടിയായ ബാലതാരത്തിൽ അഭിനയിച്ച നമ്മുടെ ഉണ്ണിമേരി ഇപ്പോഴത്തെ പിൽക്കാലത്ത് സനുഷ പെട്ടെന്ന് കൊഴുത്ത് തടിച്ച മാതിരി ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത വലിയൊരു പെങ്കൊച്ചായി. അന്നത്തെ കാലത്ത് ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചിലവുള്ള സംഭവമാണ്. എങ്ങനെയാണേലും തിരിച്ചു വന്നപ്പോഴത്തേക്കും ഉണ്ണിമേരിയുടെ മാറിടമൊക്കെ അങ്ങ് കൊഴുത്തു, നിതമ്പമൊക്കെ പെട്ടെന്ന് വലിപ്പം വർദ്ധിച്ചു. ഇത് കണ്ടിട്ട് ഈ കിളവന് ഉൾപ്പെടെയുള്ളവർക്ക് ഇരിക്കപ്പുറതിയില്ല. ഒന്നാതെ നല്ല സുന്ദരിക്കുട്ടി പെട്ടെന്ന് യൗവനയുക്തിയായിട്ട് വന്നിരിക്കുന്നു, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നല്ലപോലെ പൈസ മുടക്കിയിരിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഏതോ ഒരു സമയത്ത് അല്പം സേവിച്ചിരിക്കുന്ന സമയത്ത് തിക്കുറിശി വലിയൊരു ഡയലോഗ് വിട്ടു. ഓ, ഉണ്ണിമേരിക്ക് ഇത്രയും പൈസ മുടക്കി ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വല്ലതും നടത്തേണ്ട കാര്യമുണ്ടോ? എൻ്റെ മടിയിലേക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ കൈവളം ഇട്ട് കൊടുക്കില്ലായിരുന്നോ എന്ന്. അർത്ഥം മനസ്സിലായല്ലോ? ഇയാൾ തന്നെ ഉണ്ണിമേരിയുടെ മാറിടത്തിന് വളർച്ച ഉണ്ടാക്കി കൊടുത്തേനെ. ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഒന്നും നടത്തേണ്ട യാതൊരു കാര്യമില്ലായിരുന്നാണ് ഈ പരട്ടക്കിളവൻ പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ട് വന്ന കോട്ടയം ശാന്ത ഈ പരട്ടക്കിളവനെ ആട്ടും വെച്ചു കൊടുത്ത് തൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. ഇത് തിക്കുറിശി മാത്രമല്ല ഈ വീരവാദം പറഞ്ഞത്. തിക്കുറിശിയുടെ ആത്മാർത്ഥ സ്നേഹിതരായ 1-2 ആളുകളോട് വെച്ച് ഇങ്ങനെ രാത്രിയിൽ സ്ത്രീകളെക്കുറിച്ചുള്ള ഓരോ നടിമാരെക്കുറിച്ചുള്ള രതിവർണ്ണനകൾ നടത്തി ഒപ്പം ഇയാൾ നടത്തിയതാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ ചെറിയൊരു പ്രേമരോഗി മാത്രമല്ല, നല്ലൊരു ഞരമ്പ് കൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഇത്തരം വാർത്തകളൊക്കെ നമ്മളെ മനസ്സിലാക്കുന്ന കാര്യം. പിന്നെ സിനിമാ മേഖലയാണ്, ഉള്ളതും ഇല്ലാത്തതും ഒക്കെയായ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ തമാശ രൂപത്തിലും വ്യത്യഹത്തെ നടത്താനും പിന്നെ കേൾക്കുമ്പോൾ ഒരു സുഖത്തിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എന്തായാലും കോട്ടയശാന്തയുടെ ആത്മകഥയിൽ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തൊടുപുഴ വാസന്തിയെ കൂട്ടി മനോഹരമായ ഒരു പ്രണയകാവ്യം രചിച്ചിട്ടുണ്ട്. ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കുറ്റിക്കാട്ടിലേക്ക് രതിരംഗങ്ങളിൽ ചിത്രീകരിക്കുവാനായിട്ട് മിസ് കുമാരിയെ ഇയാളെ കൂടെ വിട്ടു. കുറ്റിക്കാട് ഇളകുന്ന അവസരത്തിൽ ഉറുമ്പ് കൊടുത്ത് ദേഹത്തെ ചാടി കഷ്ടപ്പെട്ടിരുന്ന അയാളെ നമ്മുടെ മിസ് കുമാരി ഇയാളെ കയറി ഒറ്റ ഒരു കെട്ടിപ്പിടുത്തവും പിടിച്ചു. തല്ലാനും പറ്റത്തില്ല, തെറിവിളിക്കാനും പറ്റത്തില്ല, ആരോടൊട്ട് പറയാനും പറ്റത്തില്ല. നാണക്കേടല്ലേ എന്നെ ഈ വൃത്തിയിട്ട് പരട്ടക്കളവൻ കയറി പിടിച്ചെന്ന് പറയുന്നത്. അതുകൊണ്ട് മിസ് കുമാരി മാനഹാനി ഭയന്ന് ഇത് ആരോടൊട്ട് പറഞ്ഞതുമില്ല. നമുക്ക് പിൽക്കാലത്ത് അറിയാം മിസ് കുമാരിയുടെ ഭർത്താവ് തന്നെ അവരെ ഭയങ്കര സംശയരോഗമായിരുന്നു എന്നും സിനിമാ മേഖലയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കാണാൻ ചെന്നാൽ ആ സ്ത്രീയെ കാണാൻ അനുവദിക്കില്ലായിരുന്നെന്നും ഒരു ദുരൂഹ സാഹചര്യത്തിൽ വയറുവേദന വന്ന് അവരെ മരണപ്പെടുകയാണ് ഉണ്ടായതെന്നും ഈ ഭർത്താവ് വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞതാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുകയും റീപോസ്റ്റ്മോർട്ടം നടത്തുകയൊക്കെ ചെയ്ത കാര്യം നമുക്കറിയാം. എന്തു തന്നെയാണെങ്കിലും സ്ത്രീ പീഡനം അല്ലെങ്കിൽ പീഡനം ഒന്നും നടക്കാത്ത കാലത്ത് അല്ലെങ്കിൽ ഒരുത്തനെ മുന്നിൽ കിടക്ക് വിരിക്കാത്ത നടിമാരെ കാണുമ്പോഴും ഈ സുന്ദരികളായ പെൺകുട്ടികളുടെ ഒപ്പം അഭിനയിച്ചു കഴിയുമ്പോൾ ഈ പ്രായമായ അപ്പാപ്പന്മാർക്ക് കളവന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഞരമ്പ് പൊങ്ങുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇത്തരത്തിലുള്ള ഈ തിക്കുറിശിയുടെ വർണ്ണനകളും ആഗ്രഹങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി.